ഇന്ന് ലോകം അങ്ങനെയാണ്, ഇന്നത്തെ ലോകം അങ്ങനെയാണ്. കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുന്നു, അന്ധത നടിക്കുന്നു. പിന്നെ പട്ടിക്കാട് ജാനകീയ സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. അവിടെയുള്ള യുവ നേതാക്കളെ വെട്ടി എന്ന് പറഞ്ഞൊരു ആരോപണം സംസ്ഥാന വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. മുമ്പ് പ്രഭാഷകരായിട്ടുണ്ടായിരുന്ന ആളുകളൊന്നും ഇത്തവണ ലിസ്റ്റിലില്ല എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം. ഞാൻ കേട്ടില്ല. താങ്കളെ പ്രസിഡന്റായിട്ടുള്ള സാധനമല്ലേ? ഉറക്കം നടിക്കുന്നു എന്നുള്ളതാണ്. ഉറങ്ങുന്നവരെയാണ് നമുക്ക് ഉണർത്തുവാൻ കഴിയുക. മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ വ്യക്തമാണ്. സലാം സാഹിബ് ആരെങ്കിലും പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടൊന്നും പറഞ്ഞതല്ല. അത് പാർട്ടിയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അതാണ് എടുക്കേണ്ടത്. അത് പറഞ്ഞ ആൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു, അങ്ങനെ ആരെയും പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ലീഗ് ഒരിക്കലും ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഒരു ഭാഗത്തുള്ളത്. വഫിയ കോഴ്സും ആരംഭിക്കപ്പെട്ടിട്ടുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെയാണ്. അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളതും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നതും. സമസ്ത അതിൻ്റെ അംഗീകാരം എടുത്തു കളഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. സമസ്തയുടെ ഒരു രേഖയിലും അത് കാണാൻ പറ്റുകയില്ല. വഫിയ കോഴ്സിന് അംഗീകാരം വിവരിച്ചിരിക്കുന്നു സംസ്ഥ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു മുഷാവറ അംഗവും അതിനെ തള്ളി പറഞ്ഞിട്ടുമില്ല. മ്യൂസിക് എന്ന് പറയുമ്പോൾ മ്യൂസിക്കിൻ്റെ ഒരു കടന്നുവരവ്, അല്ലെങ്കിൽ അതിൻ്റെ വലിയ ശബ്ദകോലാഹലം. പലപ്പോഴും ഇന്ന് മ്യൂസിക് അങ്ങനെയാണല്ലോ, ശബ്ദകോലാഹലങ്ങളുടെ ഒരു ഇരമ്പലായി മ്യൂസിക് മാറിയിരിക്കുന്നു. ആ മ്യൂസിക്കിൻ്റെ പിറകെയാണ് പുതിയ വേറൊരു ഭാഗത്ത് ഒരുപാട് ശബ്ദകോലാഹലങ്ങളുടെ മധ്യേ ജീവിക്കുന്ന ഒരു സമൂഹം കൂടിയാണ്. മറ്റൊന്നുള്ളത് അമിതമായ വിനോദങ്ങളുടെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് ഇന്ന് ലോകത്തുള്ളത്. വേറൊരു ഭാഗത്തായിട്ട് അമിതമായിട്ടുള്ള ശത്രുത അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം. വരാതിരിക്കുന്നവരെ എപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഏതായാലും മീറ്റിംഗ് കൂടും. മീറ്റിങ്ങിൽ ആരിരിക്കേണ്ട എന്ന് കക്ഷികളെല്ലാം തീരുമാനിക്കേണ്ടത്. അത് നേതൃത്വം മീറ്റിംഗ് വിളിക്കുമ്പോൾ നേതൃത്വത്തിന് തീരുമാനം ഉണ്ടാവും ആരൊക്കെ പങ്കെടുപ്പിക്കണമെന്ന്. അപ്പോൾ ആ നിലയ്ക്ക് വിളിക്കും. അപ്പോൾ അതിൽ വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. വരാതിരിക്കുമ്പോൾ അത് ഒരു ധിക്കാരായിട്ട് തന്നെയാണ് കാണാൻ പറ്റുള്ളൂ. അവിടെ മറ്റുള്ളവർ പറയുന്നതിനെ കാര്യമാക്കാതെ സ്വന്തം മനസ്സിലുള്ള കാര്യങ്ങളെന്തോ അതിൽ മാത്രം ഉറച്ചു നിൽക്കുക എന്നുള്ളത്. പാണക്കാട് കുടുംബം മൊത്തം ഒന്നടങ്കം വഫിയ സംവിധാനത്തിലെ CACന്റെ കൂടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു ഞങ്ങൾ പൂർണ്ണമായിട്ട് സപ്പോർട്ടാണ്. ഞങ്ങൾ ഭാരവാഹിയായിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നൊന്നും മാറിയിട്ടില്ല. അങ്ങനെയൊരു സമൂഹം. വേറൊരു ഭാഗത്ത് അകൽച്ചയെ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹം. ആശയങ്ങളുടെ പേരിൽ അകൽച്ച ഉണ്ടാക്കുക. ഉചിതമായ സമയത്ത് തന്നെ അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ്. ചില വിമർശനങ്ങളുണ്ട്, സമയത്തിന് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. സമയം കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. സമയത്തിന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പണ്ഡിത ദൗത്യം.